ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പുള്ള കുർത്തിയാണ്. നമ്മൾ ജീനിലേക്കോ ലെഗിനിലേക്കോ ഒക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി എടുത്തുള്ളത് ഒരു കോട്ടൺ മെറ്റീരിയലാണ്. ഇതൊരു ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാനുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. സാധാരണ നമുക്ക് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു എങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പ് എങ്ങനെ തയ്ക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളിതിങ്ങനെ നിവർത്തി വെക്കുമ്പോൾ താഴ്ഭാഗത്തു നിന്ന് ഞാൻ അളവെടുക്കുകയാണ്. താഴ്ഭാഗമാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ താഴ്ഭാഗത്തു നിന്ന് 28 ഇഞ്ചാണ് കേട്ടോ അളവെടുക്കുന്നത്. നമ്മളിത് ഞെറിവുള്ള കുർത്തിയാണ് കേട്ടോ തയ്ക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് തന്നെ അത് മടക്കി വെച്ചിട്ടാണ് നമ്മൾ അളവെടുക്കുന്നത്. 28 ഇഞ്ച് താഴ്ഭാഗത്തു നിന്ന് മേലോട്ട് ഇങ്ങനെ അളവെടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മടക്കി വെച്ചിട്ട് നമ്മൾ അളവെടുക്കുമ്പോൾ നമുക്ക് നേരെയുള്ള കട്ടിങ്ങിനൊക്കെ എളുപ്പമായിട്ട് വരും. നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് എത്രയുണ്ടോ അത്രയും നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ 28 ഇഞ്ചിൽ നേരെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം താഴ്ഭാഗത്ത് എങ്ങനെയാണ് ഉള്ളതെന്ന്. താഴ്ഭാഗത്ത് ഇതേപോലത്തെ പ്രിൻ്റൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ മേലോട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം കാണില്ലേ, ആ ഭാഗത്തുകൂടെ നേരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 പീസായിട്ട് മാറ്റി വെക്കുക. എന്നാൽ നമുക്ക് ഞെറി വിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ പറ്റും കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ ഞെറി ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടത്തെ പീസും ബാക്കത്തെ പീസും ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കാം. ഫ്രണ്ടത്തെ പാർട്ടും ബാക്കിലെ പാർട്ടും ഒരുപോലെ ഞെറി ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഞെറിവ് കറക്റ്റായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെൻറ്റർ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഈ പ്രിൻ്റ് ഉണ്ടല്ലോ, ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ പ്രിൻ്റ് എനിക്ക് അത്ര ഭംഗിയായി തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു ബ്ലാക്ക് പീസ് എടുത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ച് ലെങ്ത്ത് വേണമല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഉള്ള ലെങ്ത്തിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 13 ഇഞ്ച് ലെങ്ത്താണ് ഇട്ട് എടുക്കുന്നത്. മറ്റേത് ഒരു 9 ഇഞ്ച് 9.5 ഇഞ്ച് ലെങ്ത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ 13 ഇഞ്ച് ലെങ്ത്ത് ആക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ ഭാഗത്ത് കുറച്ച് ഞെറിവിട്ടിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നേരെ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക, തുണിക്കനുസരിച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഞെറിവിട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള പീസ് ബോഡി പാർട്ടിന് വേണമല്ലോ. അപ്പോൾ അത് 15 ഇഞ്ച് ഉണ്ട് കേട്ടോ. നമ്മളെ മേലത്തെ പീസ് ഉണ്ടല്ലോ, ആ പീസ് 15 ഇഞ്ച് ഉണ്ട്. പിന്നെ ചെസ്റ്റിൻ്റെ അളവ് 10 ഇഞ്ചിലുമാണ് എടുത്തത്. പിന്നെ നമ്മളിത് കഴുത്തിൻ്റെ അളവെടുക്കുകയാണ്. അപ്പോൾ കഴുത്ത് ഫ്രണ്ടിലും ബാക്കിലും ഒറ്റ മാർക്ക് ചെയ്തിട്ടാണ് വെക്കുന്നത്. 3 ഇഞ്ച് ലെങ്ത്താണ് എടുക്കുന്നത് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും. പിന്നെ നമുക്ക് ഫ്രണ്ട് വേറെ കട്ട് ചെയ്ത് കൊടുക്കുക, എക്സ്ട്രാ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. 2.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്തും പിന്നെ കഴുത്തിൻ്റെ ഇറക്കം 3 ഇഞ്ചാണ് കേട്ടോ. പിന്നെ ഷോൾഡർ എടുക്കുന്നത് 4 ഇഞ്ച്. 4 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. പിന്നെ നമ്മൾ എടുക്കാൻ പോണത് കൈക്കുഴിയാണ്. കൈക്കുഴി ആം ഹോൾ എടുക്കുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. 7 ഇഞ്ച് കൈക്കുഴി എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ വരയിലൂടെ ഇങ്ങനെ യു ഷേപ്പിൽ ഒരു ഹാഫ് യു ഷേപ്പ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഫ്രണ്ടത്തും ബാക്കിലും നെക്ക് ഒരുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ കൈക്കുഴിയും ഒരേപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ചെസ്റ്റിൻ്റെ അളവ് 10 ഇഞ്ചാണല്ലോ, അതുപോലെ നേരെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇനി അടുത്ത് വേണ്ടത് ഫ്രണ്ടത്തെ കഴുത്ത് മാത്രം ഒന്ന് ഇറക്കി വെട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ അങ്ങനെയൊക്കെ ലെങ്ത്ത് കൂട്ടി വെട്ടാം. എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് വെട്ടി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ടത്തെ കൈക്കുഴി മാത്രം ഒന്ന് 1/2 ഇഞ്ചിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഫ്രണ്ടത്തെ ഞെറിവിടാനുള്ള ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവിൻ്റെ പീസാണ് ബാക്കിയുള്ള പീസ് എടുക്കുന്നത്. അതൊന്ന് ഉള്ള ലെങ്ത്തിൽ നമുക്ക് 15 ഇഞ്ച് മാത്രമേ ഉള്ളൂ ലെങ്ത്ത്, ആ പീസ് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഉള്ള വീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഞെറിവുള്ളൊരു സ്ലീവാണ് കേട്ടോ തയ്ക്കാൻ പോണത്. അങ്ങനെ നമ്മൾ സ്ലീവിൻ്റെ ആ സെൻറ്ററിലെ ഭാഗം ഒന്ന് ഷോൾഡറിന് വരുന്ന ആ സെൻറ്ററിലെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഈ ചീത്ത ഭാഗത്ത് വെച്ചിട്ട് 2 ഷോൾഡറും 2 സ്റ്റിച്ചിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും. 2 ഷോൾഡർ മാത്രം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബോഡി പാർട്ടിൻ്റെ. എന്നിട്ട് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ച ഒരു പീസ് ഉണ്ടല്ലോ, ബ്ലാക്ക് പീസ് ജോയിൻ ചെയ്ത ആ പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ അരഭാഗത്ത് ഇങ്ങനെ ചെറിയ ഞെറിവിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. നമുക്ക് ബോക്സ് പ്ലീറ്റ് ഇടാം, എങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഫ്രണ്ടത്തെ ഭാഗം മാത്രം ഒന്ന് തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ ഇങ്ങനെ ഞെറിവിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. നമ്മളെ ക്ലോത്തിനനുസരിച്ച് തയ്ച്ചെടുത്താൽ മതി.
അങ്ങനെ ഞാനിത് ഫ്രണ്ടത്തെ ഭാഗം ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞു. തയ്ച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇട്ടുണ്ടാവുക. ഇങ്ങനെ ചെറിയ ഞെറിവിട്ടിട്ടുണ്ടാവും കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിലെ പീസും തയ്ച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു പീസ് ബ്ലാക്ക് പീസ് എടുത്തിട്ട് നമ്മൾ കയ്യിൻ്റെ എൻഡിലൊന്ന് ഞെറിവിട്ട് വെക്കണം. അപ്പോൾ ഒരു കൈ മാത്രം മാറ്റിയെടുത്തതിന് ശേഷം ഒരു 2.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് കേട്ടോ. അതിൻ്റെ ആ സൈഡിലൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ഞെറിവിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. നല്ല ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. ഇപ്പോൾ ഈ ബ്ലാക്ക് പീസ് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വരും. അങ്ങനെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഇങ്ങനെ ഉള്ള പീസിനനുസരിച്ച് ഉള്ള വീതിക്കനുസരിച്ച് ഞെറിവിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. ഇപ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വന്നാൽ കറക്റ്റായിട്ട് വരും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ആ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് പോകും. അങ്ങനെ ചെറിയൊരു ബോർഡർ പോലെ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് വീതിയൊക്കെയാണ് തയ്ച്ച് വരുമ്പോൾ വരിക. മടക്കിയിട്ട് ഉൾഭാഗത്തേക്ക് മടക്കി വരുമ്പോൾ ഇങ്ങനെ 1 ഇഞ്ചൊക്കെ ബ്ലാക്ക് ആ പീസ് ഇങ്ങനെ കാണും കേട്ടോ. ഇങ്ങനെ ഞെറി വിട്ടിട്ട് നമ്മളെ സ്ലീവിൻ്റെ ഭാഗം രണ്ടും ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ സ്ലീവ് തയ്ച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവുക. ഇങ്ങനെ കിട്ടും നമ്മൾ സ്ലീവ്. ഇത് നമുക്കൊരു ലേസ് എടുത്തിട്ട് നമ്മളെ ഈ ഫ്രണ്ടത്തെ പോർഷൻ ഉണ്ടല്ലോ അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇത് എൻ്റെ കയ്യിലുള്ള ലേസാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് അരൻ്റെ ഭാഗത്ത് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടത്തെ ഭാഗം മാത്രം കേട്ടോ. അപ്പോൾ ഇതൊന്ന് രണ്ട് വീതിയുള്ള ലേസ് ആയതുകൊണ്ട് 2 ഭാഗത്തും ഈ ഫ്ലവറിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ടേ. ഈ ഞെറിവിൻ്റെ തൊട്ട് മേലെ കൂടെ കേട്ടോ ഈ ലേസ് തയ്ച്ചു കൊടുത്തത്. അപ്പോൾ ഈ ലേസ് വെക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് അടുത്ത് വേണ്ടത് ഈ സ്ലീവ് ഉണ്ടല്ലോ, നമ്മൾ ഈ തയ്ച്ച് വെച്ച സ്ലീവ് ഉണ്ടല്ലോ, അതിങ്ങനെ ഈ ഷോൾഡറിൻ്റെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം കറക്റ്റ് വരുന്ന രീതിയിൽ കൈക്കൂവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് കുറച്ച് ഞെറിവിടാനുള്ള ഒരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈക്കൂവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ താഴ്ന്ന് വന്നിട്ട് കുറച്ച് എക്സ്ട്രാ വരുന്ന ഭാഗം ഉണ്ടല്ലോ അതവിടെ ഞെറിവിട്ടിട്ട് ചെറിയൊരു ഞെറിവിടാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ തയ്ച്ചിട്ട് 2 സ്ലീവും ഇതുപോലെ തയ്ച്ചെടുക്കുക കേട്ടോ. ഈ സ്ലീവ് രണ്ടും ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ക്രോസ് പീസ് എടുത്തിട്ട് കഴുത്ത് ചുറ്റുഭാഗം തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് തയ്ച്ചതിൻ്റെ അടുത്തൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാലും നമുക്ക് മടക്കിയിട്ട് തയ്ക്കാൻ പറ്റും. എന്നിട്ട് ഒരു ചെറിയൊരു ബ്ലാക്ക് ഇങ്ങനെ ഒരു കെട്ടണ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ ടോപ്പിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞു. താഴ്ഭാഗം കണ്ടില്ലേ ഇങ്ങനെയായിട്ടുണ്ടാവുക. താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട് കണ്ടോ. നല്ല എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയ ടോപ്പാണ് കേട്ടോ. ഒരു ജീനിലേക്കോ ലെഗിനിലേക്കോ ഒക്കെ എല്ലാത്തിലേക്കും ഇടാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ള ടോപ്പാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ പറയുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.